UDF സർക്കാരിന്റെ പ്രഥമ ബജറ്റിൽ ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം പദ്ധതി ഇടം പിടിച്ചു. അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കുമെന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത്. പെരിയാർ വാലി ജലസേചന പദ്ധതിയുടെ അറ്റകുറ്റപ്പണിക്ക് ഫണ്ട് വകയിരുത്തിയതും കോതമംഗലത്തിന് പ്രയോജനപ്പെടുന്നതാണ്. വിവിധ റോഡുകൾക്കും പാലങ്ങൾക്കും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്ന് ഷിബു തെക്കുംപുറം MLA അറിയിച്ചു. സ്വപ്ന പദ്ധതികളിലൊന്നായ ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം പദ്ധതി മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ബജറ്റ് പ്രസംഗത്തിൽ ഇടം പിടിച്ചത് കോതമംഗലത്തിന് പ്രതീക്ഷ നൽകുന്നതാണ്. സ്റ്റേഡിയം നിർമ്മിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. കോതമംഗലം നിയോജകമണ്ഡലത്തിലെ ചേലാട് ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും. മലപ്പുറം താലൂക്ക് ആശുപത്രി മുമ്പും പല ബജറ്റുകളിലും സ്റ്റേഡിയത്തിന് പരിഗണന കിട്ടിയിട്ടുള്ളതാണെങ്കിലും തുടർ നടപടികളുണ്ടായില്ല. പുതിയ സർക്കാരിന്റെ നീക്കം എങ്ങനെയായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. 300 കോടി രൂപയുടേതാണ് നിർദ്ദിഷ്ട അന്താരാഷ്ട്ര സ്റ്റേഡിയം. പ്രാഥമിക നടപടികൾക്കായി 21 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് ഷിബു തെക്കുംപുറം MLA പറഞ്ഞു. LDF സർക്കാരിന്റെ കാലത്തെ ബജറ്റുകളിൽ ഇടമുണ്ടായിരുന്ന ഇഞ്ചത്തൊട്ടിപ്പാലം, ബ്ലാവന പാലം, ബംഗ്ലാവ് കടവ് പാലം, അടിവാട്ടുപാലം തുടങ്ങിയവയും വിവിധ റോഡുകളും വിവിധ സ്ഥാപനങ്ങളുടെ കെട്ടിട നിർമ്മാണവും ഇത്തവണയും ബജറ്റിലുണ്ട്. പെരിയാർ വാലി ജലസേചന പദ്ധതിയുടെ അറ്റകുറ്റപ്പണികൾക്ക് 5 കോടി രൂപ അനുവദിച്ചതും കോതമംഗലം നിയോജകമണ്ഡലത്തിന് പ്രയോജനപ്പെടും. ആതിരപ്പള്ളിയിലെ ഇക്കോ ഫ്രണ്ട്ലി ഡൈനാമിക് ലൈറ്റിംഗ് പദ്ധതിക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്ട് പദ്ധതിയുടെ അറ്റകുറ്റ പ്രവർത്തികൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിനും മറ്റ് പ്രധാനപ്പെട്ട പദ്ധതികൾക്കുമായി ഓരോ ജില്ലാ കളക്ടർമാർക്കും പ്രതിവർഷം 50 ലക്ഷം രൂപ കോർപ്പസ് ഫണ്ടായി അനുവദിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഫണ്ട് രൂപീകരിക്കുന്നതിനാണ്. ഇതിനായി 7 കോടി രൂപ വകയിരുത്തുന്നു. മനുഷ്യ വന്യമൃഗ സംഘർഷം ഇല്ലാതാക്കുന്നത് സംബന്ധിച്ച് ബജറ്റിൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. കോതമംഗലം നിയോജകമണ്ഡലത്തിലെ 5 പഞ്ചായത്തുകൾ വന്യമൃഗശല്യം മൂലം കടുത്ത ദുരിതം നേരിടുന്ന സാഹചര്യത്തിൽ ഈ പ്രഖ്യാപനം ഗുണകരമായേക്കും. വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി 243.80 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്ത് മലയോര കർഷകരും മറ്റ് ജനങ്ങളും വന്യജീവി ആക്രമണങ്ങളുടെ ഭീഷണിയിലാണ്. കേരളത്തിലെ കടുവ, പുലി എന്നിവയുടെ ശാസ്ത്രീയ സെൻസസ് നടത്തി അവയെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നിയമവിധേയമായ നടപടി സ്വീകരിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തും. ഇതിനായി ആകെ 192.20 കോടി രൂപ വകയിരുത്തുന്നു. GTV ന്യൂസ്, കോതമംഗലം.